ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് കാരണം വന്ദനയാ. ഞാനോ? അതെ. ജഗൻ അങ്ങനെ തോന്നിയാൽ നമുക്ക് പിരിയാം. ചന്ദ്രികാമ്മ ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നു. ജഗത ഒന്ന് ഫോൺ വിളിച്ചിട്ട് വന്നാ മതിയായിരുന്നു. മരുമോളുടെ തുണിയെല്ലാം ചന്ദ്രികമ്മയാണോ അലക്കുന്നത്? അല്ല, മരുമോളൊന്നും ചെയ്യില്ലേ? ചന്ദ്രികമ്മ അങ്ങോട്ട് മാറി നിൽക്ക്. തുണിയെല്ലാം ഞാൻ അലക്കി തരാം. അയ്യോ വേണ്ട മോളെ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ഇപ്പൊ പോയിക്കോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതാരാ സഹായിക്കാൻ വന്ന പുതിയ അസിസ്റ്റൻസ്? ഞങ്ങള് ഓ, ഇതാര്? സുചിത്ര തമ്പുരാട്ടിയുടെ അമ്മയോ? അല്ല, ഇപ്പൊ എവിടുത്തെ മജിസ്ട്രേറ്റാ? ഇപ്പൊ ഏത് വീട്ടിലെ എച്ചിൽ പാത്രം കഴുകലാ ജോലിന്ന്? തള്ളേ, നിങ്ങളുടെ മോളില്ലേ ആ വന്ദന, എന്റെ കുഞ്ഞിനെ കൊന്നവള്. അവളെ സപ്പോർട്ട് ചെയ്ത സുചിത്ര ഉണ്ടല്ലോ, അവളാ ഇപ്പം കുടുംബ വീട്ടിലെ ഭരണം. ഞാൻ അവൾക്ക് അടിമപ്പണി ചെയ്യണം പോലും. എച്ചിൽ പാത്രം വരെ കഴുകണം അത്രേ. അവളുടെ ഭരണത്തില് പൊറുതി മുട്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത്. അവിടെ മോള് കുട്ടിച്ചോറാക്കി, ഇനി ഇവിടെ തള്ള കയറി വന്ന് കുട്ടിച്ചോറാക്കാന്നാണോ വിചാരിക്കുന്നത്? നിങ്ങളെയൊക്കെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? വെറുതെ സമയം കളയാതെ പോ നോക്ക്. ഹരിതേ, മിണ്ടരുത്. പറയുന്ന ജോലി ചെയ്താ മതി. ഞങ്ങള് വീട്ടുജോലിക്കാരാണ് എന്ന് വെച്ച് അല്പം മാന്യമായിട്ട് പെരുമാറിക്കൂടെ? നീ ആരാടി? മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങി പൊക്കോണം ഈ കോമ്പൗണ്ടിന്ന്. ഇല്ലെങ്കിലേ ഓടിച്ച് കരണം പൊട്ടിക്കും ഞാൻ. ഹരിതേ, അവരെ അപമാനിക്കാതെ അവരങ്ങ് പോയിക്കോട്ടെ. പോണം. മേലിൽ ഈ കോമ്പൗണ്ടിൽ കേറാനും പാടില്ല. നിങ്ങൾ ഇപ്പൊ പോയിക്കോ. ഒന്ന് പോ. വേണ്ട, ഈ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. കണ്ണി കണ്ട എരപ്പകളൊക്കെ വിളിച്ചു കൂട്ടി അസോസിയേഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു. വൃത്തിയും മെനയുമായിട്ടെ ഇതങ്ങോട്ട് ഒലക്കാൻ നോക്ക്. ഒരു പണിയും ചെയ്യാൻ വയ്യ. വന്ദനെ, നിന്നോട് ഞാൻ കുറച്ചു നേരമായിട്ട് ചോദിക്കുന്നു, നിനക്കെന്താ പറ്റിയത്? നീ എന്തിനാ എന്നോട് അകൽച്ച കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ജഗന്റെ തോന്നലുകളാ. നിനക്കെന്നോട് ഒരകൽച്ചയില്ലെന്നാണോ? എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. ആയിക്കോട്ടെ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല.
പക്ഷെ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. ജഗൻ, എനിക്കൊരല്പ സ്വൈരം താ. നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഞാനാണോ? എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലേ, ഇപ്പൊ സ്വൈരം നശിക്കുന്നതേ എനിക്കാ. അതിന് കാരണം വന്ദനയാ. ഞാനോ? അതെ. ജഗൻ, ജഗൻ അങ്ങനെ തോന്നിയോ? തോന്നിയാൽ നമുക്ക് പിരിയാം. വന്ദനെ, നീ നീ എന്താ പറഞ്ഞേ? പിരിയാമെന്നോ? നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? വന്ദനെ, നീ എന്നെ ഒഴിവാക്കാണ്. എന്തുകൊണ്ടാണ് നീ പെട്ടെന്ന് ഇങ്ങനെ മാറിയെന്ന് ഞാൻ കണ്ടുപിടിക്കും. ജഗന്റെ ഭാര്യ 41 നാൾ ജഗനിൽ നിന്ന് അകന്നു കഴിയണം. ഏയ്, ഇവൾക്ക് എന്നോട് ഇഷ്ടമാണ്. ഇവള് മറ്റെന്തിനെയോ ഭയക്കുന്നുണ്ട്. അതെന്തായിരിക്കും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. മാനത്തെ കൊട്ടാ